ഹായ് ഡിയർ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം രാവിലെ ബിചേട്ടൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടം വരെ ഇന്ന് വരാൻ പറ്റുമോ, സമയമുണ്ടോ, നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ബിചേട്ടൻ വിളിച്ചപ്പം വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനാന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നേച്ച് ഞാൻ ചോദിച്ചു ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത്, ബിന്ദു ഏതായാലും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യുക, അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിചേട്ടാ, ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? ഓക്കെ, സബ്ജക്റ്റ് വേറൊന്നല്ല, നമുക്ക് ഫോർമുല 1നെ കുറിച്ചിട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം എന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് ബിന്ദുവിനെ വിളിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ചെറിയ സർപ്രൈസും കൂടെ ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ബിന്ദുവിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എ മിനിറ്റ്. അവൻ്റെ ഓടുന്നു. എന്താണാവോ സർപ്രൈസ്? ഓ, 2 ഗിഫ്റ്റ് പാക്കറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതെന്തോ കസ്റ്റമേഴ്സ് അയച്ചു കൊടുത്ത ഗിഫ്റ്റാന്ന് തോന്നുന്നു. അതാ ഇത്ര ഹാപ്പി. ഇത്രയും നാൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ആരും ഒരു ഗിഫ്റ്റ് പോലും അയച്ചു തന്നില്ല. കഷ്ടമുണ്ട് കേട്ടോ. നമുക്കിത് ബിന്ദുവിന് ഇന്ന് കൊടുക്കുകയാണ്, സർപ്രൈസ്. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അയ്യോ, എനിക്കുള്ളതാണോ ശരിക്കും? അല്ല, ബിന്ദുവിനുള്ള ഒരു ഗിഫ്റ്റാണ്. വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു ഹെർബൽ ലൈഫിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ റിസൾട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിന് പോലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു 3 കിലോ 4 കിലോ ഒക്കെ കുറയ്ക്കുന്നവർക്ക് നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറേ പേർക്ക് നല്ല കുറേ അറിവുകൾ, ഹെർബൽ ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മനസ്സിലാകുന്ന കുറേ വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. ബിന്ദുവിൻ്റെ വാൽക്കണ്ണാടി എന്ന ഇതിലും കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ അങ്ങനെ വിളിച്ച് ഇപ്പോൾ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറേ അറിവുകൾ തന്നതിന്. അപ്പോൾ നമ്മളായിട്ട് ഒരു ഗിഫ്റ്റ് ബിന്ദുവിന് കൊടുക്കണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന ഓർത്തുകൊണ്ടാണ് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാര്യങ്ങൾ ബിന്ദു വീട്ടിൽ ചെന്നിട്ട് തുറന്ന് നോക്കിയിട്ട് വീണ്ടും അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ബിചേട്ടൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇപ്പോൾ റിസൾട്ടൊക്കെ കിട്ടിയപ്പം ഏതോ കസ്റ്റമേഴ്സ് ബിചേട്ടൻ അയച്ചു തന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബിചേട്ടനെ പോലെ നല്ലൊരു കോച്ചിനെ കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും ഞാൻ അതൊക്കെ വായിക്കുമ്പോൾ വീട്ടിലിരുന്ന് പറയും, ഈ കോച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ഞാനാ, എന്നോട് ആരും ഒരു താങ്ക്സ് പോലും പറയുന്നില്ലല്ലോ. അപ്പോൾ ബിചേട്ടൻ ആരും അയച്ചു കൊടുത്താന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എനിവേ, ഒത്തിരി ഹാപ്പി ആയി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി ഇത് കൂട്ടി ഗിഫ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഞാനും വിചാരിച്ചായിരുന്നു ഈ ഫോർമുല 1നെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പം ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ബിചേട്ടനോട് പറഞ്ഞ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഏതായാലും ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ബിചേട്ടന് അതിനെപ്പറ്റി ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോർമുല 1 എല്ലാവർക്കും, ചിലർ ഇത് മാത്രം ഉപയോഗിക്കുന്നവരുണ്ടെന്ന് പറയുന്നു, ബാക്കിയുള്ളത് കൂട്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്താണേലും നമ്മുടെ ഫോർമുല 1 ആണ് മെയിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് പ്രോഡക്റ്റിലെ 1ാം നമ്പർ സ്ഥാനമുള്ള ഒരു സാധനമാണ് ഫോർമുല 1 ഷെയ്ക്ക് മിക്സ് എന്ന് പറയും. നമ്മുടെ ഷെയ്ക്ക് മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഷെയ്ക്ക് എടുക്കാനുള്ള സാധനമാണ്. പിന്നെയുള്ളത് വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇന്നലെ എന്നെ വിളിച്ച ഒരാൾ എന്നോട് ചോദിച്ചു ഇതിനകത്തെ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണഗതി പറയുന്നത്, ഇത് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്ത് ഇത് എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ച് നോക്കൂ, ഇതിനകത്തുള്ള സാധനം മാത്രമാണ്, ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന സാധനം മാത്രമാണ് ഇതിനകത്തുള്ളത് എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാനിത് പറയുന്നുള്ളൂ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. നമുക്ക് ഓരോ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇതിനകത്തുള്ള ഓരോ വൈറ്റമിനെ കുറിച്ച് അതെങ്ങനെ ബാധിക്കുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അതിലേക്ക് കടക്കുന്നില്ല, എങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മാത്രം പറയുന്നുള്ളൂ. നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷന് ഫോർമുല 1ഉം ഫോർമുല 2ഉം എന്ന് പറയുന്ന 2 പ്രോഡക്റ്റുകളുണ്ട്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർമുല 1 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫോർമുല 2 എന്താണ്? ഫോർമുല 2 എന്ന് പറയുന്നത് മൾട്ടി വിറ്റാമിനാണ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർ പെട്ടെന്നത് കിട്ടത്തില്ല, എങ്കിലും മൾട്ടി വിറ്റാമിൻ പറയുന്ന ഫോർമുല 2 എന്നാണ്. ഇത് ഫോർമുല 1 ആണ്, ന്യൂട്രീഷണൽ ഷെയ്ക്ക് മിക്സ്.
അപ്പോൾ അതിനകത്തുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർ കറക്റ്റായിട്ട് ഇത് നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണോ ഉള്ളതെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹെർബാ ലൈഫിനെ കുറിച്ച് ഒരു അല്പ സൂചന ഇതിൻ്റെ കൂടെ തരേണ്ടതുണ്ട്. ഫസ്റ്റിലെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോർമുല 1 7 ഫ്ലേവറിലാണ് ഇപ്പം നിലവിലുള്ളത്. നേരത്തെ അത്രയും ഫ്ലേവറില്ലായിരുന്നു. ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് കൂടി വന്നാണ് 7 ഫ്ലേവറിൽ. അതായത് ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫ്ലേവറാണ്. ചോക്ലേറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, വാനില ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വന്നത് റോസ് കീർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് കുൽഫി ഫ്ലേവർ ഉണ്ടായിരുന്നു. അതിന് ശേഷം വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബനാന കാരമൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ 7 ഫ്ലേവറിലാണ് ഇത് കിട്ടുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഗുണമൊന്ന് തന്നെ, പക്ഷേ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ട് കഴിക്കാനുള്ള പാകത്തിനാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം മാംഗോ എനിക്ക് കിട്ടിയത്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എനിക്ക് കഴിക്കുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വാനിലും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പം അത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ 2 വർഷം ഉപയോഗിച്ചത് മാംഗോ മാത്രമാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മാംഗോ മാത്രമേ പിടിക്കത്തുണ്ടായിരുന്നുള്ളൂ. ചോക്ലേറ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉപയോഗിക്കാൻ. ഇപ്പം ഞാൻ എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് കുൽഫിയാണ്. അപ്പോൾ ആ മാംഗോ ഫ്ലേവറിൻ്റെ ആ ടേസ്റ്റ് മാറിയിട്ടും ഞാൻ നേരെ കുൽഫിയിലേക്ക് വന്നു. അപ്പോൾ കുൽഫി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ നട്ട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് കൂടുതൽ വിശപ്പില്ലാതിരിക്കുന്നതിനും ഫീൽ ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. വിശപ്പ് ഫീൽ ചെയ്യുന്നില്ല ഇടുന്നുണ്ട്. അത് പിന്നെ നമുക്കത് ഒരു നമുക്കൊരു ഐസായിട്ട് ഐസ്ക്രീമായിട്ട് ഉപയോഗിക്കാനൊക്കെ ആ ഭാഗത്തിനാണ് അതവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ ഫ്ലേവർ ഉണ്ട്. ഓരോ ഫ്ലേവറും ഓരോ ടേസ്റ്റായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അല്ലാതെ എല്ലാത്തിനും ഒരേ ഗുണങ്ങളാണ്. ചിലർ ചോദിക്കുന്ന വിലയുടെ വ്യത്യാസം ചോദിക്കുന്നുണ്ട്. ഇപ്പം ചോക്ലേറ്റിനൊരു വിലയാണോ, സ്ട്രോബെറിക്ക് ഒരു വിലയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും സെയിം വിലയാണ്. ഇതിനകത്ത് ടേസ്റ്റ് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് 7 ഫ്ലേവറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാകാനുണ്ടായ സാഹചര്യം എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാം. പല വീഡിയോസിലൊക്കെ നമ്മളൊന്ന് സൂചിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. 1980 ഹെർബലൈഫ് ന്യൂട്രീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ വന്നത് 1999. അപ്പം നമുക്കതിൻ്റെ എത്ര വർഷമായി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. GI എന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ പല ഫുഡ് പ്രോഡക്റ്റിൻ്റെ പുറത്ത് GI എന്ന് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി, ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയിൽ അതിൻ്റെ പുറത്ത് പാക്കറ്റിൻ്റെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് GI എന്ന് പറഞ്ഞിട്ട്. അപ്പം ലോ GI ഫുഡുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്നത് എന്ന് പറയുന്നത്. GI എന്താണ്? അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ വേരിയേഷൻ, ബ്ലഡിൽ വരുന്ന ഷുഗറിൻ്റെ വേരിയേഷൻ അളക്കുന്ന ഒരു മെഷർമെൻറ്റ് മാത്രമാണ് GI എന്ന് പറയുന്നത്. ലോ GI ഫുഡുകളാണ് നമുക്ക് ഏറ്റവും നല്ല. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിനെയൊക്കെ സംബന്ധിച്ച് ലോ GI ഫുഡുകൾ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ലെവൽ മൂവ് ആവാതെ ഇരിക്കുകയാണെങ്കിൽ ലോ GI ഫുഡുകൾ വേണം. അപ്പോൾ ഇത് ഡയബറ്റിക് പേഷ്യൻസിന് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് നല്ല റിസൾട്ടുകൾ നമ്മൾ കാണുന്നത് ഈ ലോ GI ഫുഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ അരിയാഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോ GI ഫുഡിൽ പെടുന്നതല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ അരിയാഹാരമൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലെവൽ കയറുന്നത്. അപ്പം ഇത് കഴിക്കുമ്പോൾ നമുക്ക് നോർമൽ ലെവലിലേ കാണിക്കുള്ളൂ. ഹൈ ആവാതെ പതുക്കെ നമുക്ക് മൂവ് ആകത്തുള്ളൂ. അങ്ങനെയുള്ള ഫുഡുകളാണ് ശരിക്കും ഷുഗർ പേഷ്യൻസ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ കൂടുതലായിട്ടും ഷുഗർ പേഷ്യൻസ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ദിവസം കൂടെ എൻക്വയറി ഉണ്ടായിരുന്നു ഷുഗർ പേഷ്യൻസിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ ഒരു സംശയം മാറി കിട്ടിയല്ലോ അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല അസുഖങ്ങൾ, ഇപ്പോൾ ഈ അസുഖങ്ങൾ മാറുന്നു എന്ന് പറയുന്നത്
ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അസുഖത്തിനുള്ള മരുന്നല്ല, നമ്മുടെ ഫുഡ് തന്നെയാണ് അസുഖത്തിനുള്ള മരുന്നല്ലാത്ത അല്ല. അപ്പോൾ എങ്ങനെ മാറുന്നു, എന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമുക്ക് കിട്ടേണ്ട പല ഒരുപാട് കണ്ടൻറ്റുകൾ ഇതിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. ആ കണ്ടൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ അസുഖങ്ങൾ മാറ്റം വരിക. ഇപ്പോൾ ഈ കണ്ടൻറ്റുകൾ പലതിൻ്റെയും നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലുള്ള കുറവുകൾ കൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിന് മാറ്റം വരുന്നത് ഇത് കറക്റ്റ് അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ശരീരത്തിനുണ്ടാകുന്ന മാറ്റമാണ്, അല്ലാതെ ഒരു അസുഖത്തിനുമുള്ള മരുന്നല്ല ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, ഫിറ്റ്സ് ഉള്ള ഒരാൾ ഇത് കഴിച്ചു കുറേ വർഷമായിട്ട് ഫിറ്റ്സിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഈ പ്രോഡക്റ്റ് എടുത്ത് പിന്നെ ഫിറ്റ്സ് മാറി. അപ്പം അത് ഒരാളുടെ സുഹൃത്താണ്. അപ്പം ഞാനും അത് എടുത്തോട്ടെ, ഇത് മാറുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് എന്താണ് മറുപടി പറയുക? അതിന് ഞാൻ അതിലെ ഒരു കമൻറ്റ് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം മെഡിസിൻ അത് തന്നെ ഒരു മെഡിസിൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാം, നിങ്ങളിത് ഉപയോഗിച്ചോ ഇന്ന അസുഖം മാറും എന്ന് പറയാം. പക്ഷേ ഇത് ഒരസുഖത്തിനുള്ള മരുന്നല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേറൊരാൾക്ക് കിട്ടിയ റിസൾട്ട് അത് തന്നെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ്, അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ അവർക്ക് ഉള്ള കമൻറ്റ് ഇട്ടതും ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് മാറ്റം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ മാറും, കാരണം ബാലൻസ്ഡ് ന്യൂട്രീഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ ആവുമ്പോൾ ഒരുപക്ഷെ മാറാം. അങ്ങനെയായിരിക്കാം മറ്റേ ആൾക്ക് അത് മാറി കിട്ടിയത്. അതെ, സെല്ലുലാർ ന്യൂട്രീഷൻ എന്നും കൂടെ പറയും. ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണ് പ്ലസ് സെല്ലുലാർ ന്യൂട്രീഷൻ. എന്താണ് സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ നമ്മുടെ സ്കൂളുകളിൽ മുതൽ പഠിക്കുന്നതാണ് സെല്ലുകൾ എന്താണ്. ഒരു മനുഷ്യ ശരീരം ഫോം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഫുള്ള് മുടി മുതൽ നഖം വരെ എന്ന് പറയുന്നത് സെൽസാണ്. അപ്പം അതുകൊണ്ട് ആ സെല്ലിനെ ആരോഗ്യപൂർണ്ണമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സെല്ലുലാർ ന്യൂട്രീഷനാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ, ഹെർബലൈഫിൻ്റെ ഫോർമുല 1 ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19 എസൻഷ്യൽ വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ ഒരു ഫുഡാണ്. ഇതിനകത്ത് വൈറ്റമിൻ എ, ബി, B12, അങ്ങനെ കുറേ B6, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എടുക്കുമ്പം അതിൻ്റെ കുറവുകൾ ആർക്കൊക്കെ ഉണ്ടോ ആ കുറവുകൾ നികന്ന് നമ്മുടെ ശരീരം ആരോഗ്യപൂർണ്ണമാകും, നമ്മുടെ സെൽസിന് ആരോഗ്യം വരും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾക്ക് ചേഞ്ച് ആവുന്നു, അസുഖങ്ങൾ മാറ്റം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഫുഡ് ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടും ഒരു മീൽ സപ്ലിമെൻ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടും ഒരു മീൽ സപ്ലിമെൻ്റ് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും ഇത് കഴിക്കുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നു, ഹെർബലൈഫ് ന്യൂട്രീഷൻ കഴിക്കുമ്പോൾ എനർജി ഫീൽ ചെയ്യുന്നു, ഭയങ്കര നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ചേഞ്ച് ആവുന്നു, മുഖത്ത് നോക്കിയാൽ ഇച്ചിരി സൗന്ദര്യം കൂടുന്നു, കളർ കൂടുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പ്രായം നമുക്ക് മതിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഓരോ കമൻറ്റുകൾ ഓരോരുത്തരും വിളിച്ച് പറയാറുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ്? നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്, നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഹെർബലൈഫ് ന്യൂട്രീഷൻ കറക്റ്റായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് എടുക്കുക. എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഒരു വെൽനസ് കോച്ചിൻ്റെ നിർദ്ദേശത്തിൽ മാത്രം എടുക്കുക. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സാധാരണഗതിയിൽ ചിലർ ചെയ്യുന്നത് അവിടുന്ന് ഇവിടുന്ന് മേടിക്കുന്നു, കഴിക്കുന്നു, എന്നിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു മരുന്ന് മേടിക്കാൻ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചാൽ മതിയല്ലോ, ഡോക്ടറെ കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ടൊരു വെൽനസ് കോച്ചിൻ്റെ സഹായം വേണം. കാരണം എങ്കിലേ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനിപ്പോൾ ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു വെയിറ്റ് കുറയുന്നില്ല, വെയിറ്റ് സ്ട്രക്കാവുന്നു. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ഇത്ര നാൾ കഴിച്ചിട്ട് വെയിറ്റ് സ്ട്രക്കാവുന്നു, അപ്പോൾ അതിനെന്താണ് മാർഗം? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു വെൽനസ് കോച്ചിൻ്റെ അടുത്തു നിന്നാണ് നമ്മളിത് മേടിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് അയാളോട് ചോദിച്ചാൽ, വെൽനസ് കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും ഇത് എന്തുകൊണ്ടാണ് വെയിറ്റ് സ്ട്രക്കാവുന്നത്, അതിനെന്താണ് മാർഗം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരും. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു വെൽനസ് കോച്ചിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ ഇത് മേടിച്ച് കഴിക്കാവുള്ളൂ. നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യമായിട്ടിരിക്കുക, നല്ല ഹെൽത്തി ബോഡി ആയിട്ടിരിക്കുക, ഹെൽത്തി ലൈഫിൽ നിങ്ങൾ ജീവിക്കുക. അപ്പോൾ ഒരു സംശയം,
ഇത് നമ്മളിത് കഴിക്കുമ്പോൾ ഈ ഫോർമുല 1 മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്രോട്ടീൻ വേണം. അത് ഇതിനകത്ത് പ്രോട്ടീൻ അല്പം ചേർന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ ചെന്നിട്ടില്ല. അതായത് ഇതിപ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ നമുക്ക് മെയിനായിട്ട് വേണം ഒരു ദിവസം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ 30% പ്രോട്ടീൻ ആയിരിക്കണം എന്നൊരു കണക്കുണ്ട്. ഒരു ബാലൻസ് ന്യൂട്രീഷൻ്റെ കണക്കാണ്. നമുക്ക് 30% പ്രോട്ടീൻ ആയിരിക്കണം, 30% omega-3 ഫാറ്റ് ആയിരിക്കണം, 40% കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം, പ്ലസ് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചിരിക്കണം, ഫൈബർ ഉണ്ടായിരിക്കണം, വെള്ളം കറക്റ്റ് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പോൾ ആ കണക്കനുസരിച്ചിട്ട് നമുക്ക് തികയാന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അഡീഷണൽ പ്രോട്ടീൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ എന്നാണ് അതിൻ്റെ പേര് തന്നെ. പേഴ്സണൽ എത്രയാണ് നമുക്ക് വേണ്ടത്, അതിന് നമ്മുടെ ശരീരത്തിന് എത്ര വേണം, അതിന് അഡീഷണൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത്. 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. പിന്നെ മെയിനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, കാരണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു സംശയം അവർക്ക് സ്വാഭാവികമായിരിക്കും. ഈ പ്രോഡക്റ്റ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് കമൻറ്റ് ഇരിക്കുവാണ് എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടതെന്ന്. അപ്പോൾ പലരും ഇതിന് വന്നിട്ടിട്ടുണ്ട് ഇതിന് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണെന്ന്. അപ്പം എനിക്കും അതറിയണം എന്നൊരാഗ്രഹം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന എനിക്കറിയത്തില്ല, ഫുഡ് ആൻഡ് സേഫ്റ്റി FSSAI അത് ഏത് പ്രോഡക്റ്റ് എടുത്താലും നമുക്കറിയാം. ഒരു ഫുഡ് സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റം നമുക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കമ്പനിക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. അത് ഈ പ്രോഡക്റ്റിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ നിബന്ധനയാണ്. അത് കറക്റ്റായിട്ട് ലൈസൻസ് നമ്പരും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇതും അടിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, അത് കൂടാതെ ഒരു ബാർകോഡ് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ബാർകോഡ് അടിച്ചിട്ടുണ്ട്. ഇത് ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് കമ്പനി ഹെർബലൈഫ് ന്യൂട്രീഷൻ കമ്പനി നമുക്കിത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ സെൻറ്ററിലേക്കാണ്, എൻ്റെ പേരിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എൻ്റെ പേരും ഡീറ്റെയിലും കമ്പനിക്ക് ഇത് കാണാൻ പറ്റും. ഇതാരാണ് സെയിൽ ചെയ്തത്, അല്ലെങ്കിൽ ഇതാരാണ് ഈ കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തത് എന്നുള്ളത് അറിയാൻ പറ്റും ഈ സ്കാൻ ചെയ്യുമ്പം. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓൺലൈനിൽ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓൺലൈനിൽ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഓൺലൈനിൽ എടുക്കുന്ന പ്രോഡക്റ്റിന് ഈ സാധനം കാണത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ബാർകോഡുണ്ട്. ആ ബാർകോഡിൽ ഒന്നെങ്കിൽ അത് ചിരണ്ടിയിരിക്കും, ഇല്ലെങ്കിൽ അത് പെയിൻ്റ് അടിച്ച് മായ്ച്ചിരിക്കും. എന്താണെങ്കിലും ഇത് നേരാചൊവ്വേ കാണത്തില്ല. അത് തന്നെ നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിൽ എടുക്കുന്ന സാധനത്തിന് ഇത്രയും ഈ ബാർകോഡ് എന്ന് പറയുന്നത് കാണത്തില്ല. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പറഞ്ഞു, ഞങ്ങൾ ഈ സാധനം നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ ഞങ്ങളും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അത് കമ്പനി റൂളാണ്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ റൂളാണ്. നമ്മൾ ഒരു ന്യൂട്രീഷൻ സെൻറ്റർ നടത്തുന്ന ഒരാൾ ഈ സാധനം ഫുഡ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ ഇത് വിതരണം ചെയ്യാൻ കമ്പനി നമ്മളെ അനുവദിക്കത്തുള്ളൂ. പിന്നെ ചേട്ടാ, എനിക്കൊരു സംശയം. ഇപ്പോൾ പലരും ഇങ്ങനെ ഇത് കഴിച്ചിട്ട് പറയുന്നുണ്ട്, കോച്ചിൻ്റെ അടുത്ത് നിന്നാണ് കഴിച്ച് എന്നിട്ട് വെയിറ്റ് കുറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു എനിക്ക് വേറെ അസുഖം ഉണ്ടായി, അപ്പോൾ കോച്ച് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടോളാൻ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം, ആ വെൽനസ് കോച്ചുമാരൊക്കെ ഒറിജിനൽ ആയിരിക്കുമോ? ഇപ്പോൾ ഇത് കഴിച്ചു, എനിക്കൊരു 10 കിലോ കുറഞ്ഞു, ഉടനെ ഞാൻ ഈ പ്രോഡക്റ്റ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ പ്രോഡക്റ്റ് എടുത്ത് വെച്ച് എനിക്ക് അങ്ങനെ ഒരു സെയിൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും കമ്പനി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്, നിങ്ങളിത് ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം. അത് അങ്ങനെ വന്ന ഒരാളാണ് ഞാനും വെൽനസ് കോച്ചായിട്ട്. ഞാൻ 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, 2017 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽനസ് കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ഏതിനും അതാണ്. ഇപ്പം നമ്മളൊരു ഡോക്ടറാണേലും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരും രണ്ട് രീതിയിലായിരിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ റിസൾട്ടുകൾ ഒരുപാട് നമുക്ക് കുറേ കസ്റ്റമേഴ്സിന് കൊടുത്ത് അവർക്ക് എന്താണ് വേണ്ടത്, നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മുടെ സീനിയറിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും
ഒരു ജൂനിയർ ആയിട്ട് ഒരാൾ MBBS കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ ഡോക്ടറുടെ കീഴിൽ ഇരുന്ന് പഠിച്ച്, ഇപ്പോൾ സീനിയർ ഡോക്ടർ ആണെങ്കിൽ പോലും പലതരത്തിലുള്ള പേഷ്യൻസിനെ കണ്ടാണ് ഓരോ ട്രീറ്റ്മെന്റ്, ഇങ്ങനെ ഓരോ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണുമ്പോൾ ഇത് ഇന്ന രോഗത്തിന്റെ ലക്ഷണമാണ്, അതിന് ഇന്ന ട്രീറ്റ്മെന്റ് എന്നൊക്കെ അവരും പഠിച്ചെടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും കുറെ ഇങ്ങനെ ഇതിനെപ്പറ്റി പഠിച്ച് പല ക്ലാസ്സുകൾ കൂടിയാണ് ഇങ്ങനെ ഒരു സെന്റർ നടത്തുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കണം, പലരും ഇത് അല്ലാതെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു റിസൾട്ട് എടുത്തു, എന്നെ കണ്ട ആൾക്കാർ ചോദിച്ചു, അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വന്നു, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ചുമ്മാ കൊടുത്താൽ മതി, ഫുഡല്ലേ, ചുമ്മാ കൊടുത്താൽ മതി, കഴിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നെങ്കിലും പലരും പറയുന്നൊരു കാര്യം, എൻ്റെ ആ വെൽനസ് കോച്ചിന് അതറിയത്തില്ല, ഇതറിയത്തില്ല, ഞാനത് ചോദിച്ചിട്ട് വ്യക്തമായിട്ട് മറുപടി തരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഓരോ കാര്യങ്ങളിലും വ്യക്തമായ ധാരണയും അല്ലെ കഴിവും അല്ലെ അറിവും ഉള്ള ഒരാളെ വെൽനസ് കോച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരാളെ ഓടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ വെൽനസ് കോച്ച് എന്ന് നമുക്ക് പറയാം. അല്ല, ഒരു അതെ സ്പോർട്സിൻ്റെ അതായത് കോച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കോച്ചാവണമെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഫുഡുകൾ കഴിച്ചിരിക്കണം, അതിൻ്റെ റിസൾട്ട് എടുത്തിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഫുഡ് എന്താണ്, അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. പല പ്രോബ്ലംസും പല ആൾക്കാരും നമ്മളായിട്ട് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കണം വെൽനസ് കോച്ച് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ കോച്ചാകത്തില്ല. നമുക്കിത് സെയിൽ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളൊരു സെയിൽസ്മാൻ ആകരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു സെയിൽസ്മാൻ അല്ല ആവേണ്ടത്, വെൽനസ് കോച്ചാണ് ആവേണ്ടത്. സെയിൽസ്മാൻ ആകുന്ന ആളുടെ അടുത്തു നിന്നായിരിക്കും മിക്കവാറും നമുക്ക് നെഗറ്റീവ്സ് വരിക. അത് നമുക്ക് റിസൾട്ട് കിട്ടാതെ ഇരിക്കും. ഇത് സാധാരണ കൊടുത്തു, കാശ് മേടിച്ചു എന്ന് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു വെൽനസ് കോച്ചിൻ്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റത്തില്ല. ശരിക്കും അതെന്താണെന്നറിയാം, നമ്മൾ കഴിക്കുന്നത് എന്താണെന്നറിയാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നറിയാം, ഇതിനകത്ത് എന്ത് കണ്ടൻറ് ഉണ്ടെന്ന് അറിയുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഒരിക്കലും വെൽനസ് കോച്ചായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സെയിൽസ്മാൻ ആകാതിരിക്കുക. നിങ്ങൾ നല്ലൊരു വെൽനസ് കോച്ചായിട്ട് പ്രോഡക്റ്റ് കൊടുക്കുക. അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചിട്ട് പ്രോഡക്റ്റ് കൊടുക്കുമ്പം അവരോട് 100% ഇത് നമ്മുടെ സത്യസന്ധത പുലർത്തുക, അവർക്ക് റിസൾട്ട് എടുത്ത് കൊടുക്കുക. പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ അടുത്ത് വന്ന് ഇത് ഉപയോഗിക്കാൻ വരുന്ന ആൾ എന്ന് പറയുന്നത് പല പ്രശ്നങ്ങൾ മൂലം വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരുന്നവരായിരിക്കാം, പല ആളുകളുടെ ഇടയിൽ നിന്നുള്ള മോശമായിട്ടുള്ള അഭിപ്രായം കേട്ട് വരുന്നവരായിരിക്കാം. അപ്പം അവർക്ക് നല്ല ഒരു റിസൾട്ട് എടുത്ത് കൊടുക്കുക. അവർക്ക് എന്താണ് വേണ്ടത്, അതാണ് ഒരു വെൽനസ് കോച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ്. അല്ലാതെ പ്രോഡക്റ്റ് സെയിലല്ല, റിസൾട്ട് സെയിലാണ് എപ്പോഴും നമ്മൾ ഹെർബാ ലൈഫിനെ കുറിച്ച് പറയുന്നത്. ആ കാര്യത്തിലായാലും ബിജുചേട്ടൻ മിടുക്കനാട്ടോ. ബിജുചേട്ടൻ നല്ലൊരു വെൽനസ് കോച്ചാണ്, പലരും കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ബിജുചേട്ടൻ, ഞാനോട് താങ്ക്സ് പറയാം. അപ്പൊ അതിന് ബിജുചേട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാലും നിങ്ങൾ എന്നോട് താങ്ക്സ് പറയണം. അല്ലെങ്കിൽ നിങ്ങളിപ്പം പല സ്ഥലത്തു നിന്നുള്ള ഒരു ബിജുചേട്ടനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ പ്രോഡക്റ്റ് മേടിക്കാൻ അല്ലാതെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയും വിളിക്കുന്നുണ്ട്. അപ്പം ബിജുചേട്ടനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചതിന് നിങ്ങൾ എനിക്ക് താങ്ക്സ് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പ്രധാനമായിട്ടും പറയാനുള്ളൂ. അപ്പം നല്ലൊരു വെൽനസ് സെൻ്റർ അല്ലെങ്കിൽ നല്ലൊരു വെൽനസ് കോച്ചിൻ്റെ അടുത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു ബ്രീഫായിട്ട് അവരെ പറ്റി ഒന്ന് ചോദിച്ചോ. അതായത് നമ്മുടെ ഈ സാധനം കാശ് കൊടുത്തല്ലേ മേടിക്കുന്നത്, നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങൾ എത്ര വർഷം ഇത് കഴിച്ചു, നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയത്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്, അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊരു സെയിലായിട്ട് മാത്രം കാണുന്നവരും ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പം അത്തരം ആളുകളുടെ അടുത്ത് ചെന്ന് പെടാതിരിക്കുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.